നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന സാക്ഷിമൊഴികളുടെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകുന്നതിനെതിരെ ദിലീപ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജില്ലാ ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകാൻ ജസ്റ്റിസ് കെ ബാബുവാണ് കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചത്. ഇതിനെതിരെയാണ് ദിലീപ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകും. ആജ്ഞ, ദിലീപ് എന്തൊക്കെ കാര്യങ്ങളാണ് ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്? അതിജീവിതയ്ക്ക് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് നൽകരുത് എന്നാണ് പാർവതി ദിലീപിന്റെ ഹർജിയിലെ ആവശ്യം. കഴിഞ്ഞ ദിവസമാണ് ജസ്റ്റിസ് ബാബു ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് നൽകുന്നത് സംബന്ധിച്ച് ഉത്തരവിട്ടത്. അതിജീവിതയ്ക്ക് അന്വേഷണ റിപ്പോർട്ട് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ഉത്തരവിട്ടത് കഴിഞ്ഞ ദിവസമാണ്. എന്നിരുന്നാൽ ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദിലീപ് ഇങ്ങനെ ഒരു ഹർജി നൽകിയിരുന്നത്. കഴിഞ്ഞ അതേ സമയം തന്നെ അതിജീവിതയുടെ മറ്റൊരു ഹർജി കൂടി ഹൈക്കോടതി ആ ദിവസം പരിഗണിക്കേണ്ടത് നമുക്കറിയാം. മെമ്മറി കാർഡ് 3 തവണ അനധികൃതമായി വിവിധ കോടതികളിൽ 3 കോടതികളിൽ പരിശോധിച്ചു എന്നൊരു പരാതി അതിജീവിത ഉന്നയിക്കുകയുണ്ടായി. സ്വകാര്യ ഫോണുകൾ ഉപയോഗിച്ച് അങ്കമാലി മജിസ്ട്രേറ്റ് മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ, അതുപോലെ ജില്ലാ കോടതിയിലെ ബെഞ്ച് ക്ലർക്ക് മഹേഷ് മോഹന്റെ ഫോണിൽ, അതുപോലെ ശിരസ്തദാർ താജുദ്ദീന്റെ വിവോ ഫോണിൽ തുടങ്ങിയ സമയങ്ങളിലൊക്കെ പ്രത്യേകിച്ചും കോടതി ആ ദൃശ്യങ്ങൾ കണ്ടത് ശിരസ്തദാർ താജുദ്ദീന്റെ മൊബൈൽ ഫോണിലാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം അതിജീവിത ഉന്നയിച്ചിരുന്നു. ഇത് 3 തവണ മെമ്മറി കാർഡ് ഉപയോഗിച്ചു എന്ന് കണ്ടെത്തിയിരുന്നു. ഈ കണ്ടെത്തിയത് ഇന്ന സമയങ്ങളിലാണ്. പ്രത്യേകിച്ചും ജനുവരി 9, 2019 ജനുവരി 9, 9:58, അതുപോലെ ഡിസംബർ 4, 10:58 തുടങ്ങിയ സമയങ്ങളിലാണ് എന്ന് വിദഗ്ധർ കണ്ടെത്തിയതിനെ തുടർന്നാണ് അതിജീവിത ഇങ്ങനെയൊരു ഹർജിയുമായി കോടതിയിലെത്തിയത്. അതേ തുടർന്നാണ് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് കൈമാറണം എന്ന് കോടതി ഉത്തരവിട്ടത്. ഇത് മാത്രമല്ല, IG റാങ്കിലുള്ള ഉൾപ്പെട്ട ഒരു സംഘം ഈ കേസ് അന്വേഷിക്കണമെന്നും കോടതിയുടെ മേൽനോട്ടത്തിൽ IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിക്കണം എന്ന് അതിജീവിത കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായി, അതായത് ഫാക്ട് ഫൈൻഡിങ് അല്ല നടക്കുന്നത് എന്നൊരു ആരോപണം അതിജീവിത ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് കൈമാറാൻ കോടതി ഉത്തരവിട്ടത്. അതേ തുടർന്നാണ് ദിലീപ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അതിജീവിതയ്ക്ക് അന്വേഷണ റിപ്പോർട്ട് നൽകരുത് എന്നാണ് ദിലീപിന്റെ ആവശ്യം. ഇന്ന് ആ ഹർജി ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. പാർവതി. ശരി ആജ്ഞ.